ഞാനിവിടെ താമസിക്കുന്നത് എൻ്റെ ചുറ്റും മുസ്ലിങ്ങളാണ്. മതമാണ് പ്രശ്നം. ഞാൻ ഒരു മതനിന്ദയും ഇന്ന് വരെ നടത്തിയിട്ടില്ല, തെളിയിക്കാം ആർക്ക് വരെ. എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ലോകം മുഴുവൻ എനിക്കെതിരെ വന്നാലും ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ നിൽക്കും. ഒരു മതനിന്ദയും നടത്തിയിട്ടില്ല, തെളിയിക്കാനാണ് നമ്മുടെ വെല്ലുവിളിച്ചിട്ടുള്ളത്. തെളിയിക്കാം, തെളിയിച്ചങ്ങ് പണ്ടാറടക്കി കൊടുക്കാം, അത്രേ പറയുന്നുള്ളൂ. ക്രൈസ്തവനെയും മുസൽമാനെയും ഇത്രമാത്രം അവഹേളിച്ച പരിഹസിച്ച മറ്റൊരാളുണ്ടോ സംഘിക്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ കേരളക്കരയിൽ ഒരു പക്ഷെ ഇവരായിരിക്കും. യു പിയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ അവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ, അവിടെ ഒരുപാട് എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ശശികലയ്ക്ക് കൊടുക്കാനുള്ള മറുപടി ഒക്കെ ചുട്ട മറുപടി ഏറ്റവും കൊടുക്കാം. ആദ്യം തന്നെ മദ്രസകളിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം അല്ലെ. മദ്രസകളിൽ നിന്നാണത്രേ കുട്ടികൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ തെളിവ് സഹിതം നമുക്കത് പൊളിച്ചടക്കണ്ടേ. മദ്രസയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ലോകം മുഴുവൻ സമാധാനവും കാരുണ്യവും നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, ഇതെന്തീ പറയുന്നേ? ഇതല്ല ഞങ്ങൾക്ക് വേണ്ട ഉത്തരം, ഇതല്ല. 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സത്യപ്രതിജ്ഞയാണ്. ഈ ദുനിയാവിലെ എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മദ്രസയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ളതാണ്. മദ്രസകളിൽ നിന്നാണത്രേ മറ്റേത് തുടങ്ങുന്നതെന്നാണ് ശശികല മേഡം പറയുന്നത്. ഇതേ ഇന്റർവ്യൂവിൽ കിടക്കുന്നുണ്ടത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇനി മേഡം പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം, കൊടുക്കാം മറുപടി, ചുട്ട മറുപടി. കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. ചാണകത്തിൽ കിടന്ന് കളിക്കാതെ ഉറുമ്പൻ. ചാണകം എന്ന് പറഞ്ഞാൽ തിങ്ങിന് വളമായിടുന്ന സ്ഥലമാണ്, ഇതിനടുത്ത് തലക്ക് വളമായിടുന്നതല്ല. വല്ലാത്തിയതികളല്ലേ. നോക്കി എന്തൊരു വിരോധാഭാസമാണ്. പശുവിൻ്റെ ഏറ്റവും വിറ്റാമിനായ പ്യുവർ പാല് നദിയിൽ ഒഴുക്കിക്കളയുന്നു. ഏറ്റവും മോശപ്പെട്ട ബാക്ടീരിയ അടങ്ങുന്ന മൂത്രം കുടിക്കുന്നു, അതും വിശ്വാസത്തിൻ്റെ പേരിൽ. സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും, അവൻ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും, ഇന്ത്യൻ ഭരണഘടന തരുന്ന എല്ലാ മൂല്യങ്ങളും ആ മനുഷ്യന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആവാനുള്ള എല്ലാ അവകാശവും എന്നെപ്പോലെയും നിന്നെപ്പോലെയും ഇവിടെയുള്ള മുസൽമാന്മാർക്കുണ്ട്. ഇത് ഹിന്ദു രാജ്യമാക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന നിങ്ങളുടെ ഈ ഒരു വർഗീയ ചിന്താഗതിയാണ് മാറ്റിവെക്കേണ്ടത്. അവരുടെ മനസ്സിനകത്ത് ഇന്ത്യ എന്ന രാജ്യസ്നേഹം മാത്രമേ ഉണ്ടാകൂ. നീ അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുവാടേ ഇത്? ഇതിനുള്ള മറുപടി ശരിക്കും വേറെ രീതിയിൽ പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പറയുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ശശികല മേഡത്തിന് കലിയാണ് കേട്ടോ. 940കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചില പ്രവിശ്യകളിൽ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്ന് സഖ്യകക്ഷികളായി ഭരണം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി മുന്നോട്ട് പോവുകയും നേതാക്കൾ ജയിലിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സഖ്യം രൂപീകരിക്കുന്നത്. സിന്ധ് പ്രവിശ്യയിൽ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിച്ചു. ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. സവർക്കർ അന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു. അറിയുമോ സംഗീണി ചേച്ചി? തീർന്നില്ല. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ഇന്നത്തെ പാകിസ്ഥാനുള്ള ഈ പ്രദേശത്ത് സർദാർ ഔറംഗസീബ് ഖാന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് മന്ത്രിസഭയെ ഹിന്ദു മഹാസഭ പിന്തുണച്ചു. മഹാസഭയുടെ നേതാവായ മെഹർ ചന്ദ് ഖന്ന എന്ന ഈ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. ഇനി ബംഗാളിലേക്ക് പോകാം. ബംഗാളിൽ കുറച്ചുകൂടി വലിയൊരു സഖ്യമാണ് ഉണ്ടായത്. മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഫസുൽ ഹക്കിന്റെ കൃഷക് പ്രജാ പാർട്ടിയും ഹിന്ദു മഹാസഭയും ചേർന്നുള്ള ശ്യാമ ഹക്ക് സഖ്യമായിരുന്നു അത്. ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്യാമപ്രസാദ് മുഖർജി ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര ദേഷ്യമാണ് മുസ്ലിം ലീഗിനോടും മുസ്ലിമിനോടൊക്കെ. പക്ഷെ ഹിന്ദു മഹാസഭ ഇവരുമായി സഖ്യം ചേർന്ന് ഭരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അറിയുമോ സംഗീണി ചേച്ചി? ശബ്ദം നന്നായിട്ട് അടയുന്നുണ്ട്, സോറി. ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് ഭീകരത വരുന്നത്. പക്ഷെ ഇന്ന് അതല്ല, വിദ്യാഭ്യാസവും സമ്പത്തും ഉള്ളവനാണ് ഭീകരതയിലേക്ക് പോകുന്നത്.
ശരിയാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടോക്കിയേ. പള്ളിക്ക് മുൻപിലാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല, വിദ്യാഭ്യാസം കുറച്ച് കൂടിപ്പോയതാ തോന്നുന്നു. പശുമാംസം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവന്റെ വീട് കാണിക്കുന്ന കണ്ടോളൂ. പോലീസുകാര് പോലും നോക്കു കുപ്പിയ. ഇതാണ് സംഘികളുടെ ഒരു ബുദ്ധി. ആരാ വർഗീയത കാണിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ സംഘിണി ചേച്ചിയെ? കഴിഞ്ഞില്ല, ബാക്കിയും കൂടി ഉണ്ട്. ഞാൻ ഇന്ന് വരെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ആശയം തെറ്റാണെന്നോ വിശ്വാസം തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. അവരുടെ കിതാബിൽ എന്തോ പറഞ്ഞോട്ടെ, അത് എനിക്കറിയേണ്ട വിഷയമില്ല. പക്ഷെ അവരേതെങ്കിലും വിധത്തിൽ എനിക്ക് ദോഷമായിട്ട് വരുമ്പോൾ ആ കാര്യത്തെ പറ്റി ഞാൻ ഇന്ന് വരെ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ആശയം തെറ്റാണെന്നോ ഇല്ല ഇല്ല ഇല്ല, മറ്റുള്ള മതം ഭയങ്കര സംഭവമാണെന്നും അവരുടെ ആശയങ്ങൾ അടിപൊളിയാണെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ ഓർമ്മശക്തിയൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാണാം. ഇനി 2.5% വരുന്ന ക്രിസ്ത്യാനിയിലേക്ക് വരിക നമ്മള്. അവർക്ക് ഈ മണ്ണിൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ? ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ? ഇപ്പോഴൊരു പക്ഷേ, കാരണം കേറി കേറി മുറത്തി കേറി കത്താൻ തുടങ്ങിയപ്പോ, നിങ്ങൾ റോട്ടിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല, പള്ളികൾക്ക് മുകളിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല. വന്ന് അവസാനം അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ വെക്കണമെന്നൊരവസ്ഥ വന്നപ്പോൾ ചിലയിടത്തെങ്കിലും നോ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകുവാനോ ആരാധനാലയങ്ങൾ കെട്ടുവാനോ കച്ചവടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ മണ്ണില് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. മതത്തെ ഒരു കച്ചവട ചരക്കാക്കി താഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ എവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ള ക്രൈസ്തവർ ചെയ്തിട്ടുള്ളത്. മതം പ്രചരിപ്പിക്കാൻ എല്ലാ മനുഷ്യന്മാർക്ക് അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതൊന്ന് തുറന്ന് വായിക്കണം എന്റെ വിശകല മേഡം, അതേ പറയാനുള്ളൂ. അതാ, ക്രൈസ്തവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു വീഡിയോ കൂടി കാണണം. അവരുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അത് അവരാണ് ആചരിക്കുന്നത്. അവരുടെ കിതാബിൽ എന്തോ പറഞ്ഞോട്ടെ, അത് എനിക്കറിയേണ്ട വിഷയമില്ല. പക്ഷെ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ അത് ഏതെങ്കിലും വിധത്തിൽ ദോഷമാണ്. അതിനാണല്ലോ ഞാനൊരു ഹിന്ദു സംഘടനാ പ്രവർത്തകയത്. അപ്പോൾ അവിടെ മതം മാറ്റമാകാം, അത് ഭീകരവാദമാകാം, അല്ലെങ്കിൽ മതപ്രീണനമാകാം. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലാതെ എൻ്റെ എല്ലാ പ്രസംഗവും നോക്കാം. ഇത്ര നാളിനിടയിൽ ഈ മാഡം എന്നെങ്കിലും ഗർവാപ്പസിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ ശബ്ദ സന്ദേശം ഇറങ്ങിയതാണ്, വീഡിയോ ഇറങ്ങിയതാണ്, മറ്റുള്ള മതത്തിലുള്ള ആളുകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വാർത്ത പോലും ആയ വിഷയമാണ്. അവരുടെ എല്ലാ പ്രസംഗവും ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ചേച്ചിയെ, ഇതെന്താ? ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ പൊന്ന് ബ്രോ, എന്റെ പൊന്ന് മക്കളെ, എന്റെ പൊന്ന് അമ്മ പെങ്ങന്മാരെ, ഇവരെത്രയും നാളും പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടുള്ള. കേരളത്തിൽ സർക്കാർ എയ്ഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും LP സ്കൂളുകളും തൊട്ടുണ്ട്. പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇതുവരെ ചോദിക്കാൻ? സ്കൂളിൽ എന്തിനാ പള്ളി, കോളേജിൽ എന്തിനാ പള്ളി? അത് അവർക്കാകാം, പക്ഷെ ഹിന്ദുവിന് പാടില്ല. അതെന്താ ചേച്ചി അങ്ങനെ ഒരു ടോക്ക്? ഹിന്ദുക്കൾക്കാവില്ല, ഹിന്ദുക്കൾക്കാവാൻ പാടില്ല എന്നൊക്കെ കേട്ടില്ലേ? പള്ളി, നിസ്കാരമുറി, ഇതൊക്കെ സ്കൂളുകൾക്ക് അനുവദനീയമാണ്. പക്ഷെ അമ്പലം, പൂജാമുറി ഒന്നും പാടില്ല എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നമ്മച്ചി, അവരുടെ ട്രസ്റ്റിന് കീഴിലുള്ള സ്കൂളുകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത്? എന്ന ഈ അമ്മച്ചി പറയണ കേട്ടാ വിചാരിക്കും ഹിന്ദുക്കൾക്ക് സ്കൂൾ പോലും ഇല്ല എന്നുള്ളതൊന്ന് കേൾപ്പിച്ചു തരാൻ കേട്ടാ. ഹിന്ദു മഹാസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ സമാനമായ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന ട്രസ്റ്റുകളുടെ കീഴിലോ ഇന്ത്യയിലുടനീളം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഖില ഭാരത ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ടതോ അവരുടെ നേതാക്കൾ സ്ഥാപിച്ചതോ ആയ സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്കൂളുകളിൽ അവിടെ എന്ത് പ്രാർത്ഥനയാവും ചെയ്യാന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. ഹിന്ദു മഹാസഭാ വിദ്യാലയങ്ങൾ, ഹിന്ദു മഹാസഭയുടെ കേന്ദ്ര ആസ്ഥാനമായ ഡൽഹിയിലെ ബിർള മന്ദിറിന് സമീപം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ പ്രധാനമായും ഭാരതീയ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും മുൻഗണന നൽകുന്നതാണ്.
അപ്പൊ അവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. ബാക്കി ബനാറസ് ഹിന്ദു സർവകലാശാല ചരിത്രപരമായ ബന്ധമുണ്ട് ഇതിന്. ഓക്കെ, ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മദൻ മോഹൻ മാളവ്യയാണ് 916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. ഇത് മഹാസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ അല്ലെങ്കിലും അതിന്റെ രൂപീകരണത്തിന് പിന്നിൽ ഹിന്ദു മഹാസഭയുടെ ആദ്യകാല നേതാക്കളുടെ പങ്ക്. മറ്റു അനുബന്ധ സ്ഥാപനങ്ങൾ നോക്കാം. UP മധ്യപ്രദേശിൽ ചില സ്കൂളുകൾ ഹിന്ദു മഹാസഭയുടെ ട്രസ്റ്റിന് കീഴിലുള്ളതാണ്. മഹാരാഷ്ട്രയിൽ സവർക്കറുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില വിദ്യാഭ്യാസ സൊസൈറ്റികളുണ്ട്. ഓക്കെ, അതൊക്കെ ഇനി കേരളത്തിന് പുറത്തല്ലേ എന്ന് പറയാം. അപ്പൊ കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭാരതി, അതേപോലെ സരസ്വതി ശിശു മന്ദിർ, വിദ്യാനികേതൻ എന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും. ഭാരതീയ വിദ്യാനികേതൻ കേരളത്തിൽ ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏറ്റവും വലിയ ശൃംഖലയാണിത്. സ്കൂളുകളുടെ എണ്ണം നോക്കാം. കേരളത്തിലുടനീളം ഏകദേശം 400-ലധികം വിദ്യാലയങ്ങൾ ഇവർക്ക് കീഴിലുണ്ട്. മിക്കവാറും സ്കൂളുകൾ വിദ്യാനികേതൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശിശുവാടിക മുതൽ ഹയർ സെക്കൻഡറി വരെ ഇവർക്കുണ്ട്. ഓരോ ജില്ലയിലും ഇവരുടെ ജില്ലാ സമിതികളും ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് ഹൈന്ദവ സംഘടനകൾ, അമൃത വിദ്യാലയങ്ങൾ മാതാ അമൃതാനന്ദമയിയുടെയാണ്. ചിന്മയ വിദ്യാലയങ്ങൾ ചിന്മയ മിഷന്റെയാണ്. അതേപോലെ ശ്രീ വൈകുണ്ഠൻ ട്രസ്റ്റ്, NSS, SNDP തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന ആയിരക്കണക്കിന് സ്കൂൾ കേരളത്തിലുണ്ട്. ചേച്ചി, ഞാനൊന്നും പറയുന്നില്ല, ബാക്കി പറ. ഇനി വരൂ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത്. അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടൂ. നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെല്ലാൻ പാടില്ല. നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെന്നാൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളി. പാലക്കാട്ടിൽക്കൊന്നും അങ്ങനെ മീൻ പിടിച്ച് ശീലം ഉണ്ടാവില്ല, കാരണം നമ്മൾ കടൽ കാണാത്തവരല്ലേ. സംശയം ഉണ്ടെങ്കിൽ ആർക്കും വള്ളവും വലയുമായി പോകാം. ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും. ഇന്നും നീണ്ടകര പാലത്തിന് വടക്കു ഭാഗത്തല്ലാതെ നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല. കാസർഗോട്ട് അത് പ്രാദേശിക വികാരമല്ല. കാസർഗോട്ട് നിന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ പോയി വലയിടാൻ കുഴപ്പമില്ല. പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്ത് തെക്കു ഭാഗത്തും ഒന്നും വലയിടാൻ പാടില്ല. വലയിടണമെങ്കിൽ അവൻ മാമോദീസ മുങ്ങണം. ഈ അസഹിഷ്ണുത ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ മറ്റാർക്ക് ഈ വിഷയമുണ്ട്? അപ്പൊ കടലിനും മതം. പൊന്നാനി കടല് മുസ്ലിമിന്റെയാണ്, ഇവിടെ ആറ്റിങ്ങൽ കടല് ക്രിസ്ത്യാനിറ്റിയാണ്. നമ്മൾ എങ്ങോട്ട് പോകണം? നമുക്ക് എവിടെയുണ്ട്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ? എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവും ചാർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേല്. എന്തുകൊണ്ടാ നിങ്ങൾ ആ കസേരയില് കാലും കയറ്റി അങ്ങോട്ട് ഇരുന്ന പിന്നെ നിങ്ങളെ അടിപൊളിയാണെന്ന് ഞങ്ങൾ പറയണം? ചില ആളുകൾ കമന്റ് ഇടുന്നത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സംഘികൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. കമന്റിനുള്ള മറുപടി ഈ വീഡിയോ തന്നെയാന്നുള്ളതാണ്. ഇവർ മിനിഞ്ഞാന്ന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയണം ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ അവഹേളിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നാക്കെടുത്താൽ ക്രൈസ്തവനെയും മുസൽമാനെയും ഇങ്ങനെ ക്രൂശിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഈ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ കൂടെ എനിക്ക് നിൽക്കാതിരിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. ഒരു ഹിന്ദുവായി പിറന്നതിൽ അഭിമാനമുണ്ട് എനിക്ക്. പക്ഷെ ഇങ്ങനെ കുറെ എണ്ണം ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് കയറി നിന്ന് സ്വാഭിമാനിയായ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കൾക്ക് അപമാനമാവുമ്പോ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രതികരിച്ച് പോകുന്നതാണ് എന്റെ പൊന്നു മക്കളെ. വേറൊന്നും വിചാരിക്കല്ലേ. തൊണ്ടവേദനയായിട്ടും ഡോക്ടർ പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുക നല്ലേ എന്നുള്ളത്. മിണ്ടണ്ട, അപ്പൊ പെട്ടെന്ന് മാറിക്കോളൂ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് മാറുന്നുള്ളത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ലേ. നമ്മളുടെ ശബ്ദമെങ്ങാനും അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ പരമാവധി ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.